സാറേ, ലോകം വിചാരിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അതായത് സ്വേച്ഛാധിപതിയായ ബാഷർ അൽ അസാദ് സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിരിക്കുകയാണ്. അവിടെ വിമത സൈന്യം എന്ന് പറയുന്ന HTS കീഴടക്കി അല്ലെങ്കിൽ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. അപ്പം ഈ ബാഷദിൻ്റെ ഒരു പിതാവാണ് മുമ്പ് രാജ്യം ഭരിച്ചത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അരനൂറ്റാണ്ടോളം ആ രാജ്യം ഭരിച്ചു. എന്താണ് ആ രാജ്യത്തിൻ്റെ ചരിത്രം? അതൊന്നും ഇത് ബഹുവിശേഷമാണ്. അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ വിമത സൈന്യം എന്നുള്ള പ്രയോഗം പിൻവലിക്കണം. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹയാത്ത് ഈ താഹിർ അൽ ഷാം എന്ന സംഘടന, HTS, ഹയാത്ത് താഹിർ അൽ ഷാം, ഈ സംഘടന ആണ് അവിടെ ഇപ്പോൾ ഈ ഭരണത്തിലുണ്ടായിരുന്ന ആസാദികളെ പുറത്താക്കിയിട്ടുള്ളത്. ആ സംഘടന കുറേ കാലമായിട്ട് വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഘടനയുടെ നേതാവ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബു മുഹമ്മദ് അൽ ജോലായിൻ എന്നാണ്. ജോലായിൻ എന്നാണ്, ജാലിയൻ എന്നാണോ എന്ന് എനിക്കറിയില്ല. ജോലായിൻ എന്നാണ് ഞാനതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇദ്ദേഹം അൽ ഖ്വയ്ദയിൽ 2016 പ്രവർത്തനം ആരംഭിക്കുകയാണ്. അൽ ഖ്വയ്ദ തീവ്രവാദി സംഘടന. അവിടെ അയാൾക്ക് ഇസ്ലാമിക വിപ്ലവത്തിലും തീവ്രവാദ പ്രവർത്തനത്തിലും പരിശീലനം ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് അൽ ഖ്വയ്ദയുമായി തെറ്റിപ്പിരിഞ്ഞിട്ടാണ് HTS ഉണ്ടാക്കുന്നത്. HTS ഉണ്ടാക്കുന്ന അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ പോരാ, അതിനേക്കാൾ തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് 2001 പുള്ളി പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ജിഹാദിയായി മാറി. പുള്ളി ജിഹാദി എന്ന പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത്, അങ്ങനെയായി മാറുകയും ചെയ്തു. എന്നിട്ട് ഇതിനിടയ്ക്ക് 5 വർഷം പുള്ളി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്, പുള്ളിയെ പിടിച്ചിട്ട്. അത് കഴിഞ്ഞ് 2011 മുതൽ പുള്ളി ഈ ആസാദ് വംശത്തിൻ്റെ ഭരണത്തിനെതിരെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സർക്കാരിനെ സ്ഥാനഭ്രംശം ചെയ്ത് അതിൽ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം എന്നുള്ളതാണ് കക്ഷി. ഇപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം ഡമാസ്കസിലുണ്ട്. ഇനി ഈ ആസാദികളുടെ ഭരണം തുടങ്ങുന്നത് 1971 ബാത്ത് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ലെഫ്റ്റാണ്, ഇടതുപക്ഷ പാർട്ടികളാണ്. കമ്മ്യൂണിസത്തിലും അതിൻ്റെ സിദ്ധാന്തങ്ങളിലും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥിതിസമത്വം നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ബാത്ത് പാർട്ടി. ആ പാർട്ടിയുടെ നേതാക്കളാണ് ഇദ്ദേഹവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഫാസ് അൽ ആസാദ് എന്നാണ്. അപ്പോൾ ഈ വിപ്ലവം നടത്തി ഡമാസ്കസ് പിരിച്ചെടുക്കുന്നതിന് മുൻപ് വേറൊരു രണ്ടാമത്തെ വലിയ പട്ടണമുണ്ട്, അലപ്പോ എന്ന് പറഞ്ഞാൽ അലപ്പി എന്നോ അലപ്പോ എന്നോ പറയാവുന്നത്. ആ അലപ്പോ എന്ന് പറയുന്ന നഗരത്തിൽ ഈ അച്ഛൻ ആയിരിക്കുന്ന കക്ഷി ഹഫാസ് അൽ ആസാദിൻ്റെ ഒരു ഉഗ്രം പ്രതിമ ഉണ്ടായിരുന്നു. അത് ശനിയാഴ്ച പീസായിട്ട് തുണ്ടമായി തകർത്തിരുന്നു. ഇത് തകർക്കപ്പെടുന്ന ആ സന്ദർഭം വന്ന് അവർ ഈ അലപ്പി സിറ്റിയിൽ പ്രവേശിച്ച സമയം മുതൽ ഇദ്ദേഹം അവിടെ ഇല്ല. ബാഷർ അൽ ആസാദ് ഇല്ല അവിടെ. അത് അപകട ഭീഷണി മുന്നിൽ അല്ല, അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യത്തിന് ഉത്തരവ് കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. സേനാധിപനില്ലാത്ത ഇയാളാണ് സേനാധിപൻ, സർവ്വസൈന്യാധിപനാണ് ഇയാൾ. അയാളാണ് സമഗ്ര ഭരണാധികാരി, അയാളാണ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ. അപ്പോൾ പാർട്ടി, ഭരണം, സൈന്യം, ഇതിൻ്റെ മൂന്നിൻ്റെയും തലവനായിരുന്നു ഇദ്ദേഹം. ഇത് മൂന്നും തലവനായിട്ട് വരികയും 2000 തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്കും എത്ര, ഇതിപ്പോൾ 24 അവസാനമായില്ലേ. അപ്പോൾ ഏതാണ്ട് 24 കൊല്ലം 25 കൊല്ലക്കാലം ഈ ഭരണം നടത്തിയ ഒരാളാണ്. പിതാവല്ല, മകൻ. ഇപ്പം ഈ പുറത്താക്കപ്പെട്ടിരിക്കുന്ന കക്ഷി വളരെ ചെറുപ്പത്തിലേ തന്നെ. ഇയാളാണെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി വന്നൊരാളല്ല. അയാൾ ഡമാസ്കസ് സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തിട്ട് ഇംഗ്ലണ്ടിൽ പോയി അവിടെ നിന്ന് ഒഫ്താൽമോളജിയിൽ നേത്ര ചികിത്സാ ശാസ്ത്രത്തിൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമൊക്കെ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പുള്ളി പഠിപ്പിക്കാനും വേണ്ടി ദമാസ്കസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കൊല്ലപ്പെട്ടത്. ഈ മൂത്ത മകനെയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അൽത്താഫ് ആദ്യം തീരുമാനിച്ചത്. ആസാദ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തുടരാൻ ഒരാൾ വേണം എന്നുള്ള നിർബന്ധത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ആ പദവിയിലേക്ക് വരുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് സിറിയയിലേക്ക്. പക്ഷെ വന്ന ഉടനെ തന്നെ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പുള്ളി സൈന്യത്തിൻ്റെ സേവനത്തിലാണ് ചേർന്നത്. അത് ലെബനൻ പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള സൈനിക ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഈ 71 ഒടുങ്ങി 2000 വരെയുള്ള ഏതാണ്ട് 29 വർഷക്കാലം 29 വർഷക്കാലം അച്ഛനായിരുന്നു അവിടുത്തെ സർവാധികാരി. അച്ഛനിൽ നിന്ന് മകൻ ഏറ്റെടുക്കുകയും ചെയ്തത്. പക്ഷേ ഈ മകൻ അച്ഛനിൽ നിന്ന് അച്ഛൻ തന്നെ സാമാന്യം നന്നായി അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയിരുന്നു ഭംഗിയായ രീതിയിൽ. അപ്പോൾ ഈ മകൻ ഇത് ഏറ്റെടുക്കുന്ന കാലത്ത് അവിടെ ഒരു വലിയൊരു വിപ്ലവത്തിൻ്റെ ഒരു പ്രശ്നം നടന്നു. അതൊന്നും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സ് അല്ല നടത്തിയിരുന്നത്. അവിടുത്തെ ഇടതുപക്ഷക്കാരും ഇടതുപക്ഷം, അതായത് ബാത്ത് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് നയങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റേതല്ല എന്ന് വിശ്വസിച്ചിരുന്ന ബുദ്ധിജീവികളും പത്രപ്രവർത്തകരും അക്കാഡമീഷ്യൻസും എല്ലാം കൂടിയാണ് സുതാര്യതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി സമരം നടത്തിയത്. 21 മുതൽ 22 വരെ ആ സമരത്തെ നിഷ്കരുണം ഇദ്ദേഹം അടിച്ചമർത്തി. അതാണ് പുള്ളി ആദ്യം അടിച്ചമർത്തിയ സമരം. അതിലൊരു 10,000-15,000 പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പുള്ളിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. പിന്നീടാണ് സിറിയൻ വസന്തം എന്ന് പറഞ്ഞിട്ട് ഒരു സമരപരമ്പര വന്നത്. അതിനെയും അദ്ദേഹം അടിച്ചു ഒതുക്കി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 6 പ്രാവശ്യം ഇതുപോലെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ വരികയും ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ഈ 6ാമത്തതാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന. 5 എണ്ണത്തിനെയും അദ്ദേഹം അടിച്ചമർത്തുക തന്നെ ചെയ്ത്. 5,60,000 പേരാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊല്ലപ്പെട്ടത്. അത്രയും ക്രൂരനായ ഭരണാധികാരിയാണ്. വളരെ ക്രൂരനായ ഭരണാധികാരിയാണ്. അതിൽ 3,06,000 പേര് സിവിലിയൻസ് ആയിരുന്നു, പൊതുജനങ്ങൾ കൊല്ലപ്പെട്ടു. പക്ഷെ പുള്ളിക്ക് അതിനൊന്നും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഐ ആം ദ സ്റ്റേറ്റ്, മൈ വിൽ ഈസ് ദ ലോ എന്ന നിലക്ക് പറയുകയും ഇത് സോഷ്യലിസമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് പുള്ളി ഭരണം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് ഈ ബാത്ത് പാർട്ടി വളരെ ശക്തമായ പാർട്ടിയായിരുന്നു. അവിടെ തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞ മുക്കിലും മൂലയിലും ഒക്കെ അതിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളായിട്ട് ബാത്ത് പാർട്ടി നിന്നിരുന്നു. പക്ഷേ ഈ ബാത്ത് പാർട്ടിയുടെ ശക്തി ക്ഷയിക്കാനിടയായ ഒരു കാരണം ഉണ്ടായതെന്ന് വെച്ചാൽ ഇദ്ദേഹം സാമ്പത്തിക ലിബറലിസം 2001 തുടങ്ങി 2002 തുടങ്ങി നടപ്പാക്കി തുടങ്ങി. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ആന്തരം വളരെ വർദ്ധിച്ചു. പിന്നെ മധ്യവർഗ വിഭാഗങ്ങൾ, അതായിരുന്നു ബാത്ത് പാർട്ടിയുടെ ശക്തി, അവർ ശരിക്കും ഡിസാറ്റിസ്ഫൈഡായി ഇതിനോട്, ഈ സംഗതിയോട്. പിന്നെ കർഷകർ, അതുപോലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഇവരെല്ലാവരും തന്നെ ബാത്ത് പാർട്ടിയിൽ നിന്ന് അകന്ന്. പക്ഷേ ബാത്ത് പാർട്ടിയിൽ നിന്ന് ഇവരകന്നപ്പോൾ ബാത്ത് പാർട്ടിയുടെ സർവാധികാരിയക്കാരനായിരിക്കുന്ന ഇദ്ദേഹം കൂടുതൽ രൂക്ഷമായ രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. അച്ചടക്ക നടപടികൾ വരിക, ആ അച്ചടക്ക നടപടികൾക്ക് വിധേയരാകുക, അതിന് വിധേയരാകാൻ മടിക്കുന്നവരെ പുള്ളി അല്ലാതെ തന്നെ ശരിപ്പെടുത്തുക, ഇങ്ങനെയുള്ള സംഗതികൾ വന്ന് ഇദ്ദേഹം വലിയ രീതിയിൽ ഈ ബഹുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുന്നു. അൺപോപ്പുലറായിരുന്നു. ജനങ്ങൾ ഇദ്ദേഹത്തിന് എതിരായിരുന്നു. ആ ജനങ്ങൾ എതിരായി വരുന്ന ആ 11 തുടങ്ങിയിട്ടാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ഈ ഇപ്പോഴത്തെ ഭരണാധികാരി, ഇപ്പോൾ വരാൻ പോകുന്ന ഭരണാധികാരി, അദ്ദേഹം 11 ഇത് തുടങ്ങുന്നത്. 11 തുടങ്ങിയിട്ടാണ് ഇപ്പോഴും വന്ന് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കൊല്ലം നീണ്ടു നിന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതെ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷിയ തീവ്രവാദത്തെ പോറ്റി വളർത്തുന്ന ഇറാൻ ഇവർക്ക് സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും ഒരുപാട് സഹായം ചെയ്തു. ഇറാൻ മാത്രമല്ല, ഇറാനുണ്ട്, റഷ്യയുണ്ട്. റഷ്യയുണ്ട്. റഷ്യയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ ഒരു 11 മാസത്തോളം അവിടെ അതിശൈത്യം വരുമല്ലോ. അപ്പോൾ ആ ശൈത്യം വരുമ്പോൾ അവർക്ക് അവരുടെ തുറമുഖങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിറിയയിലൊരു തുറമുഖം കിട്ടിയേ പറ്റുള്ളൂ. അതിനുള്ള ഒരു സഹായം, സൈനിക സഹായം എന്ന രീതിയിൽ അവർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ എൻഗേജ് ആയ സൈനിക സഹായം കൊടുക്കാൻ പറ്റുന്നില്ല. ലെബനനിൽ പിന്നെ വേറൊരു കാര്യം, ദിസ് ഈസ് നോട്ട് അവർ വാർ,
എന്ന് അമേരിക്ക പറയുകയും ചെയ്തു. ആ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇസ്ലാമിക തീവ്രവാദികൾ HTAയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെയുള്ള യുദ്ധം, തീവ്രവാദികൾക്ക് എവിടെ യുദ്ധം നടന്നാലും അതിനെ സഹായിക്കുക എന്ന അമേരിക്കയുടെ നയം അവിടെ ഉപയോഗിച്ചില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇസ്ലാമിക തീവ്രവാദികൾ മൊത്തത്തിൽ ഇത് വരുന്ന സമയത്ത് തീവ്രവാദികൾക്ക് എവിടെ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധത്തെ സഹായിക്കുക എന്നൊരു നയം ഉണ്ടായിരുന്നു. ആ നയം അമേരിക്ക ഇവിടെ എടുത്തില്ല. അപ്പോൾ അമേരിക്ക തള്ളി, റഷ്യക്ക് കഴിയുന്നില്ല, ഇറാൻ ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങർക്ക് വേറെ എവിടെ നിന്നും സഹായമില്ലാതെ പോയി എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ തകർച്ചയുടെ കാരണം. ഇനി ഇദ്ദേഹം വളരെ കാൽക്കുലേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ 11 വന്നിട്ട് സിവിലിയൻ യുദ്ധം ആരംഭിച്ചവിടെ, സിറിയൻ സിവിൽ വാർ എന്ന് പറയുന്ന ആഭ്യന്തര യുദ്ധം. ആ ആഭ്യന്തര യുദ്ധത്തെ ഇദ്ദേഹം മെറ്റിക്കുലസായിട്ട് മാനേജ് ചെയ്ത് എതിർത്ത് നിന്നവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5,60,000 പേരെ കൊന്നുകളഞ്ഞത്. ഹിസ്ബുള്ളാണ് സഹായത്തിനുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുത്തെ ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും അക്കാദമീഷ്യൻസും എല്ലാം കൂടി ഒരു സമരം നടത്തി. അതും പുള്ളി കർശനമായിട്ട് അടിച്ചമർത്തി. അപ്പോൾ ഈ കറ തീർന്ന ഒരു ഏകാധിപതിയായിരുന്നു, അത് സോഷ്യലിസ്റ്റുമായിരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇടതുപക്ഷം പിന്നീട് ഇയാളെ തള്ളിക്കളഞ്ഞതിൻ്റെ കാരണം ഇടതുപക്ഷം ഇയാളെ വിമർശിച്ചപ്പോൾ അവരെയും ശരിപ്പെടുത്തി. പക്ഷേ ഒരു കാര്യം ഇടതുപക്ഷം മറന്നു പോകുന്നത്, ലോകത്തെവിടെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടായിട്ടുള്ളത്? ഒരു സ്ഥലം പറയൂ. എവിടെയില്ല. ചൈനയില്ല, കൊറിയയിലില്ല, സോവിയറ്റ് യൂണിയനിലില്ല, ചൈനയിലില്ല, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലില്ല. പിന്നെ ആ മറ്റേന്താണ് ആ മരുമകനെ കൊന്ന് മുതലൊക്കെ ഇട്ട് കൊടുത്ത കക്ഷി കിം ജോങ്. കിം ജോ കണ്ട ആളുകളെ തിരിച്ചറിയാൻ വലിയ പാടാണ്. അവിടെയില്ല. ഒരിടത്തും, ലോകത്തൊരിടത്തും ഇതില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ റോള് ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്ന് ലെഫ്റ്റ് പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. കാരണം ലെഫ്റ്റിന് എവിടെയാണ് പ്രതിപക്ഷമുള്ളത്? അവരാഗ്രഹിക്കുന്നില്ല അങ്ങനെ പ്രതിപക്ഷം വരാൻ. അല്ല, അങ്ങനെ ഒരു പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതിൻ്റെ അല്ല, അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന് നിലനിൽക്കാൻ അതിൻ്റെ യുക്തിഘടനയിൽ സ്പേസ് ഇല്ല. കാരണം ഡയലക്റ്റിക്സിൽ ഒരു പ്രതിപക്ഷത്തിന് തിസീസും ആൻറ്റി തിസീസും വന്ന സിന്തസിസാണ് വരുന്നത്. അല്ലാതെ ഇവർ കോ എക്സിസ്റ്റൻസ് ഇല്ല. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുമിച്ച് നിലനിന്ന് പോകാൻ ആവശ്യമായ ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഒരിക്കലും ഇടതിലില്ല. അത് ഒരിക്കലും ഇയാളും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 50 കൊല്ലം അല്ലെങ്കിൽ 55 കൊല്ലം ഒരു രാജ്യത്ത് പ്രതിപക്ഷമേ ഇല്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ തകർക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായ കാര്യമാണ്. കാരണം ജനാധിപത്യത്തിനൊരു അഭിപ്രായ വ്യത്യാസത്തിനോ വിമതർക്ക് അതിൻ്റെ നല്ല സെൻസിൽ സ്പേസ് കൊടുക്കാത്തൊരു സാധനം. പക്ഷേ സിറിയയിൽ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. കാരണം ഇവിടെ വേറെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം ഇയാൾ മതനിയമങ്ങളൊന്നും അടിച്ചേൽപ്പിച്ചിരുന്നില്ല. ഇനി വരാൻ പോകുന്നത് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ HTS ഉണ്ടല്ലോ, HTSൻ്റെ ഭരണം വരുമ്പോൾ ഹയാത്ത് താഹിർ അൽ ഷാമിൻ്റെ ഭരണം അതിൻ്റെ നേതാവിൻ്റെ കീഴിൽ വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമികവൽക്കരണമാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്. ശരീഅത്ത് നടപ്പാക്കും. അതോടുകൂടി ജനങ്ങളുടെ ജീവിതം കുറേ കൂടി ദുസ്സഹമാകാനാണ് പതിവ്. മറ്റവിടെ നിങ്ങൾക്ക് ഇല്ലാതിനേക്കാൾ മറ്റവിടെ നിങ്ങൾക്കൊരു ഭരണാധികാരിയുടെ ധാർഷ്ട്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഭരണാധികാരിയുടെ ധാർഷ്ട്യത്തോടൊപ്പം മതാധികാരിയുടെ ധാർഷ്ട്യം കൂടി സഹിക്കേണ്ടി വരും. മതാധികാരം ഇതിനേക്കാളൊക്കെ അപകടം പിടിച്ച ഒന്നായിരിക്കും. രണ്ടും അപകടമാണ്, പക്ഷേ ഇതിനേക്കാൾ അപകടം മറ്റതിൽ കൂടും. മറ്റേയാളാണെങ്കിൽ ഇസ്ലാമിക ഈ വിപ്ലവ കാര്യങ്ങളിൽ ആധിപത്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
ഇയാളുടെ ഇപ്പോൾ വരാൻ പോകുന്ന ആളുടെ ശരിയായ പേരെന്താണെന്നറിയാമോ? ശരിയായ പേര് അഹമ്മദ് അൽഷാര എന്നാണ്. മറ്റേ അദ്ദേഹം സ്വീകരിച്ചേക്കുന്ന പേരാണ്. ഈ അഹമ്മദ് അൽഷാര ഇവരുടെ കുടുംബത്തിൻ്റെ അടിവേരുകൾ കിടക്കുന്ന ഗോലാൻ കുന്നുകളിലാണ്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കണം. ഇനി ഈ അൽഖ്വയ്ദയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ കർശനക്കാരനായിരുന്നു. ഒരു തരത്തിലുള്ള ഇളവും അതിൽ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. CNN അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്ന, അമേരിക്കൻ CNN. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ നിലവിലുള്ള ഭരണത്തെ ഓവർത്രോ ചെയ്യുക, അല്ലാതെ വേറെ എന്താണ്, അതിനെ മാറ്റുക. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റുക എന്ന് പറഞ്ഞാൽ വേറൊരു ഭരണം അപ്പോൾ അവിടെ വരും. അതെ, ആ വരാൻ പോകുന്ന ഭരണം ഇതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ അസാദിനോട് കൂറ് ചേർന്ന് നിന്നിട്ടുള്ള കുറേ പേരുണ്ടല്ലോ, അവരൊക്കെ വധിക്കപ്പെടും. അപ്പോൾ സിറിയയിൽ ഇനി രക്തരൂഷിതമായ ചോര പുരണ്ട നാളുകളാണ് വരാൻ പോകുന്നത്. ആ ചോര പുരണ്ട നാളുകൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.